മാനവരക്ഷകനേ ഹരനു വിമോചിടുവാൻ ഹരനാഥു തിന്നവനേ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. സ്വരമുയർത്തി പരിശുദ്ധൻ കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധൻ സ്വയം കർത്താവേ നീ പരിശുദ്ധൻ. എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പ്രാപ്തന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ സ്വരമുയർത്തി കർത്താവേ നീ പരിശുദ്ധൻ. ശക്തിയോടെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. കൃപ വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞേ. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കൂടെ നടക്കുന്ന ദൈവം, കൂടെ വസിക്കുന്നവൻ, കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, എന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രാർത്ഥിച്ച് ഓരോ മക്കളും എന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും പ്രാർത്ഥിച്ചേ. നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. ഞാൻ എറണാകുളം ജില്ലയിലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്, യുവതിയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 6 മാസം ഞാൻ ഇവിടെ ആരാധനയിൽ പങ്കെടുത്തു വരികയായിരുന്നു. 29 വയസ്സായിട്ട് എന്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. ആദ്യം ഒരു വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിലും പ്രതിഷ്ഠിത വരൻ എന്റെ വീട്ടുകാരുമായി ചേർന്ന് പോകുന്നില്ലായിരുന്നു. അതുപോലെ ഞാൻ വളരെ വിഷമിച്ചിരുന്നു. ബ്രദറിനെ ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ബ്രദർ പറഞ്ഞതനുസരിച്ച് ഇടപ്പള്ളി പള്ളിയിൽ അവിടെ പോയി കുർബാന ചെല്ലിച്ച് പ്രാർത്ഥിച്ചു. എറണാകുളംകാരായതുകൊണ്ട് അവരോട് അവിടെ പോയി സെന്റ് ജോർജിന്റെ പള്ളിയിൽ മധ്യസ്ഥം വഹിച്ച് ഒരു ബലി അർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഈ സഹോദരി ഇത് വിശ്വസിച്ച്, കേട്ട കാര്യങ്ങൾ വിശ്വസിച്ച് അവിടെ പോയി ബലി അർപ്പിക്കാനുള്ള സമ്പത്തൊക്കെ കൊടുത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇതിന്റെ ഫലമായി വിവാഹ നിശ്ചയത്തിന് 2 ആഴ്ച മുമ്പ് എനിക്ക് ഒട്ടും ചേർച്ചയില്ലാത്ത ആ ബന്ധം ഒഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര പ്രശ്നമുള്ളൊരു കേസ് കേട്ടായിരുന്നു. അത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാതിരിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആ സഹോദരി ബലിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഒരു ബന്ധനോ അത് ആ വ്യക്തിയിൽ നിന്ന് അകന്നുപോയി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അധികം താമസിക്കാതെ മറ്റൊരു നല്ല ആലോചന വരികയും നല്ല രീതിയിൽ വിവാഹം നടക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലഭിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിജാതീയ സഹോദരി പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക ശക്തി, ദൈവിക സ്നേഹത്തെക്കുറിച്ചാണ് അവൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൂടാതെ ഇപ്പോൾ എനിക്ക് PSCയുടെ LD ക്ലർക്ക് ഷോർട്ട് ലിസ്റ്റിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ സഹോദരി പറയുകയെ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള വലിയ കൃപ തമ്പുരാൻ അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്.
മക്കളെ, എത്ര വലിയ വിശ്വാസമാ! തന്നെ കർത്താവിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആ സഹോദരിയുടെ ജീവിതത്തില് വെളിപ്പെടുക. തമ്പുരാൻ വരുന്നത് വിഷമിപ്പിക്കാനല്ല, അസ്വസ്ഥത ഉണ്ടാക്കാനല്ല, കുടുംബജീവിതത്തെ പരാജയപ്പെടുത്തുവാനല്ല ദൈവം വരുന്നത്. അത് ഊട്ടിയുറപ്പിക്കുവാനാ. തമ്പുരാൻ വരുന്നത് സമാധാനം തരാനായിട്ട്. അസമാധാനത്തിന്റെ അരൂപി കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് തിരിച്ചറിഞ്ഞ ആ സഹോദരി ബലിയിലേക്ക് പങ്കുചേർന്ന് ആ രക്ഷയെ അനുഭവിക്കുവാൻ തമ്പുരാന്റെ തിരുമാറിനോട് ചേർന്ന് കിടന്നപ്പോൾ ഇന്ന് അനുഭവിച്ചത് ആ നിത്യരക്ഷയല്ലേ? കരമുയർത്തി ആ വിജാതീയ സ്ത്രീയോട് ചേർന്ന് തമ്പുരാനെ ഇസ്രായേൽ മക്കള് ഒന്ന് മഹത്വപ്പെടുന്നത് നല്ലതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരിന് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നതെന്ന് ആ വിജാതീയ സ്ത്രീ പറയുകയാ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഇന്നും അവൻ ജീവിക്കുന്നുണ്ടെന്ന് ആ സഹോദരി പറയും. അപ്പത്തൊണ്ടിനുള്ളിലോ ഈ ദേവാലയത്തിലോ അവൻ ജീവിക്കുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ ആനന്ദമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ്. എന്റെ പേര് ജോളി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഏകദേശം 1 വർഷമായിട്ട് കുടമാളൂർ വന്ന് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയെ സംബന്ധിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒരു സ്ഥല കച്ചവടത്തില് കുറച്ച് രൂപ കിട്ടാനുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ബ്രദറിനെ കണ്ടു. അപ്പോൾ 13 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു സാക്ഷ്യപ്പെടുത്തിക്കളാൻ നേർന്നിരുന്നു. അതനുസരിച്ച് 6 ആഴ്ചയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം പകുതി രൂപയോളം കിട്ടി. ഇപ്പോൾ 11 ആഴ്ചയായി ബാക്കി രൂപയും കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒരു നിയോഗം വെച്ചു. എന്നിട്ട് തമ്പുരാനോട് ചോദിക്കാൻ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, അത് 13 ആഴ്ചയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവര് 6 ആഴ്ച കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം തമ്പുരാൻ പകുതി കൊടുത്തു. ഇനി അവരുടെ വിശ്വാസം ഇതാ, അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാ: 13 ആഴ്ച പൂർത്തീകരിക്കുമ്പം മുഴുവൻ തരുന്ന തമ്പുരാനാണ് ഈ അപ്പത്തുണ്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതെന്ന്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാം, ദൈവത്തിൻ സ്നേഹത്തിലുറച്ചു നിൽക്കാം, പവന സ്നേഹം നുകർന്നീടാം, ആ സ്നേഹമേവർക്കും പകർന്നീടാം. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ഹല്ലേലൂയ. കൃപ ചൊരിയുന്നവർ നന്ദി പറഞ്ഞേ. സിഹിയോൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കുചേർന്ന ഒരു സഹോദരിയുടെ സാക്ഷി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് ധ്യാനം കൂടിയ വന്ന ഉടനെ തന്നെ എന്റെ വിവാഹം ഉദ്ദേശിച്ചതിലും ഭംഗിയായി നടന്നു. ധ്യാനം കൂടി വന്ന ഉടനെ തന്നെ എന്റെ വിവാഹം ഭംഗിയായിട്ട് നടന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആരാധനയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതിന്റെ ഫലമായി എന്റെ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. താമസത്തില് ക്ഷമ ചോദിക്കുക സഹോദരി. ക്യാൻസർ രോഗിയായിരുന്ന എന്റെ വല്യച്ഛൻ
ധ്യാനം കൂടിയതിന്റെ ഫലമായി മാനസാന്തരപ്പെട്ട് നല്ലൊരു മരണം ലഭിച്ചു. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഈ കൂട്ടായ്മയോട് ദൈവം ചൊരിയുന്ന അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുവേ നന്ദി. ദീപ എന്ന സഹോദരി കുടമാളൂർ ഇടവകാംഗമാണ്. വിവാഹശേഷം ഞാനും ഭർത്താവും കുവൈറ്റിലാണ് താമസിച്ചിരുന്നത്. പലവിധ കാരണങ്ങളാൽ 5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലായിരുന്നു. എന്റെ മമ്മി സ്ഥിരമായി ഇവിടെ ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഓൺലൈനായി ആരാധന കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി. മാർട്ടിൻ ചേട്ടനെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥന സഹായം തേടിയിരുന്നു. ഇതിന്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഡെലിവറി നോർമലായിരുന്നൊക്കെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. കൂടാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് കാനഡയ്ക്ക് വിസയുടെ തടസ്സം മാറി അവിടെ നല്ല ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. കാനഡയ്ക്ക്, കുവൈറ്റിൽ നിന്ന് കാനഡയ്ക്ക് പോകാനും കർത്താവ് അനുഗ്രഹിച്ചു. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ വിദേശ രാജ്യത്തിലിരുന്നു കൊണ്ട് കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം ആ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വീണ്ടും അനുഗ്രഹിച്ചുവെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ സമൃദ്ധി തരുന്ന തമ്പുരാന്റെ സ്നേഹമാണ് വെളിപ്പെടുന്നത്. കരമുയർത്തി ഈ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പ്രിയപ്പെട്ടവർ, എത്ര വലിയ ഭാഗ്യമാണ് നമുക്കിവിടെ ഇരുന്ന് കൂടാൻ പറ്റുന്നുണ്ട്. വിദേശ രാജ്യത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എത്ര ആഗ്രഹിക്കുന്നു ഇവിടെ ഒന്ന് ആയിരിക്കുവാൻ. ചിന്തിച്ചു നോക്കിയെങ്കിൽ ആയിരങ്ങളാ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യത്ത് ഈ ശുശ്രൂഷയോട് ചേർന്ന് ആയിരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളില് വിദേശ രാജ്യങ്ങളില് ഒക്കെ രാത്രിയിലൊക്കെ ഉറക്കളിച്ചിരുന്ന് ഈ ശുശ്രൂഷ കൂടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന മാത്രമല്ല, ലോകം മുഴുവനും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ അത്ഭുതത്തെ പ്രതി നമുക്ക് ദൈവത്തിന് ഒരിക്കൽ കൂടിയ കാരണത്തെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. യേശുവേ നന്ദി. എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ ചേച്ചിക്ക് 3 ആഴ്ച മുമ്പ് ഡെങ്കിപ്പനിയായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച സാക്ഷ്യമെഴുതി സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രാർത്ഥനയുടെ ഫലമായി അവളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒട്ടും കുറയാതെ പനി പൂർണ്ണമായും ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി നിരവധി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. തമ്പുരാന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഡെങ്കിപ്പനി പിടിച്ച് അത് സംഭവിക്കും, കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സഹോദരിയുടെ ജീവിതത്തില് കർത്താവിന്റെ കാരുണ്യം ആ സഹോദരിയുടെ ജീവിതത്തില് വെളിപ്പെട്ട് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പനി വരുമ്പോഴല്ല വരണ്ടേ,
ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പം പനി വന്നാലും പ്രശ്നം ഉണ്ടാകുന്നില്ല. ആ വലിയ തിരിച്ചറിവ് ഉണ്ടാകണ്ടേ. നിങ്ങളോട് ഞാൻ പറയുക, പ്രിയ ദൈവജനമേ, വചനം കേൾക്കാൻ നിങ്ങൾ നേരത്തെ വരണം. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം ചെയ്യപ്പെടുന്നത്. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കേട്ട വചനമാണ് നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറുന്നത്. വചനം കേൾക്കാതെ ആരാധിച്ചിട്ട് പോയാൽ നമ്മൾ വെറും അന്ധതയിൽ കടന്നു പോവുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ അതിന്റെ പൂർണ്ണതയിൽ പങ്കുചേരുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ ഇരട്ടിയായ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കരമുയർത്തി ഒരിക്കൽ കൂടി തമ്പുരാന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോശാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോശാന പാടിടാം. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. നന്ദി. എന്റെ അമ്മ സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി വിഷമമുള്ള 2 എക്സാം എനിക്ക് ഈസിയായി എഴുതാൻ പറ്റി. പരീക്ഷയുടെ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ മിക്കവർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതുകൊണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് പിടിവിട്ടില്ല. എന്റെ ഈശോയ്ക്ക്, എന്നെ അനുഗ്രഹിക്കുന്ന എന്റെ പൊന്നി ഈശോയ്ക്ക് 1000 നന്ദി ആ സഹോദരി രേഖപ്പെടുത്തുകയും. പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞ് നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിക്കാം. ദൈവം ചൊരിയുന്ന അനന്തമായ കാരുണ്യം നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ എന്നും ആയിരുന്നാൽ തമ്പുരാന്റെ സ്നേഹം ജീവജലത്തിന്റെ അരുവി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നമുക്ക് ജീവനുണ്ടാകും. മക്കൾ പരീക്ഷ എഴുതുമ്പോൾ ആ മേഖലയിലെല്ലാം കർത്താവിന്റെ ജീവൻ കടന്നു വരും. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം, സ്വർഗം ആഗ്രഹിക്കുന്നതെല്ലാം ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തെ തമ്പുരാന് വിട്ടുകൊടുക്കാം. നമുക്കൊരു നിമിഷം കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നിരവധിയായ അനുഗ്രഹങ്ങൾ ഇനിയും രേഖപ്പെടുത്താനുണ്ട്. പരിശുദ്ധാരൂപി പ്രേരണ നൽകുന്നതുകൊണ്ട് നമ്മളെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. ആരാധനയിലേക്ക് ശക്തമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ ഈശോ സന്ദേശം തരുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു പോവുക. ഈശോയുടെ വലിയ സ്നേഹം, കൂടെ നടക്കുന്ന തമ്പുരാൻ പ്രവാചകന്മാരുടെ കൂടെ നടന്നു, അവരോട് സംസാരിച്ച ദൈവം, രക്ഷയുടെ മാർഗങ്ങളിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം തന്റെ പുത്രനിലൂടെ ഇന്ന് നേരിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. കരഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെച്ചേ. ഒരു നിമിഷം ഒന്ന് കണ്ണുകള് പൂർണ്ണമായിട്ടൊന്ന് അടച്ചേ. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ഉള്ളത്തിലേക്ക്, എന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ എത്രമാത്രം നീ ആഗ്രഹിച്ചു. അമ്മയുടെ ഉദരത്തില് ഞാൻ ഉരുവായ നിമിഷം മുതല് തമ്പുരാൻ ആഗ്രഹിക്കുക എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ. ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക എന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ. അപ്പനും അമ്മയും എന്നെയുമായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചയർപ്പിച്ച് മാമോദീസ് എന്ന കുദാശയിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ എന്റെ അപ്പനും അമ്മയും എന്നെ വിട്ടുകൊടുത്തപ്പോഴാ എന്നിൽ ആത്മാവ് പ്രവേശിപ്പിച്ചേ. മക്കള് പ്രാർത്ഥിച്ചേ. ആത്മാവാ എന്നെ പരിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും എന്നെ കൊണ്ടുപോയി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ എന്നെ എത്തിക്കുന്നത് ഈ ദൈവാത്മാവാ. വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും മധ്യത്തില് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ഉൾപ്രേരണ തരുന്നത് ദൈവത്തിന്റെ ഈ സ്നേഹമാ. അവിടുന്ന് വാഗ്ദാനം ചെയ്തില്ലേ, മക്കളെ, ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോയാല് അപ്പനോട് ഞാൻ പറയും, അപ്പന്റെ സന്നിധിയിൽ ഞാൻ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ അപ്പന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും.
അപ്പന്റെ ആത്മാവ് നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ വചനമനുസരിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാക്ഷി ജീവിതം നയിക്കുമെന്ന് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് ഈശോ പറയുകയാ. മക്കൾ പ്രാർത്ഥിച്ചേ, ഞാനും നിങ്ങളും ആരുടെ വചനം അനുസരിച്ച്, കർത്താവിന്റെ വചനം അനുസരിച്ചാണോ സാത്താന്റെ ദുഷ്പ്രേരണ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഒന്ന് കരം ചങ്കിനോടൊന്ന് ചേർത്ത് അമർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഞാൻ ആരുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നത്? എന്റെ പിതാവ് ദൈവത്തിന്റെ ഹിതമാണോ അതോ സാത്താന്റെ പ്രേരണ അനുസരിച്ചാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ, കരഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് വിലയിരുത്തിക്കേ. എന്നിട്ട് ആത്മാവിനോടൊന്ന് പറഞ്ഞേ, പാപത്തെക്കുറിച്ച് ഒന്ന് വെളിപ്പെടുത്തി തരാവോ? എന്നിട്ട് തമ്പുരാനോടൊന്ന് പറഞ്ഞേ, ആത്മാവിനോടൊന്ന് പറഞ്ഞേ, നീതിയെക്കുറിച്ച് എന്നെ എനിക്കൊന്ന് പറഞ്ഞു തരാവോ? ന്യായവിധിയെക്കുറിച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കാവോ? തമ്പുരാനോട് ഒന്ന് പ്രാർത്ഥിച്ച് മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കുക ഒന്ന് ചേർന്ന്. തമ്പുരാനെ, ഈ ലോക ജീവിതത്തില് ഒരു വചനം പോലും തെറ്റിക്കാതെ ജീവിക്കുവാനുള്ള വലിയ കൃപ തരാവോ എന്ന് ഈശോയോട് നമുക്ക് യാചിക്കാം. അപ്പസ്തോലന്മാർക്ക് കൊടുത്ത വലിയ അധികാരം, സാത്താന്റെ മേല്, മരണത്തിന്റെ മേല് ആധിപത്യം കൊടുത്ത ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടി ഞങ്ങൾക്ക് നൽകിയ തമ്പുരാന്റെ അനന്തമായ കാരുണ്യം, കൂടെ നടക്കുന്ന തമ്പുരാൻ എത്രമാത്രം ആഗ്രഹിച്ചു മകനെ മകളെ കൂടെ വസിക്കുവാൻ. അതുകൊണ്ട് ദൈവം അപ്പമായിട്ട് മാറിയേ. കൂടെ പോരാനാ. അവന്റെ സ്നേഹം ലയിച്ചു ചേരുന്നതാ, അലിഞ്ഞു ചേരുന്നതാന്ന് കാണിക്കാൻ അവൻ അപ്പമായിട്ട് മാറിയില്ലേ? ഒഴുകിയിറങ്ങുന്ന സ്നേഹമാണ്, ഇറ്റിറ്റ് വീഴുന്ന സ്നേഹത്തുള്ളികളാണെന്ന് അവൻ കാണിച്ചു തരുവാൻ അവൻ വീഞ്ഞിന്റെ സാദൃശ്യത്തില് അവൻ മറഞ്ഞില്ലേ? ആ വീഞ്ഞിനോട് ചേർന്നില്ലേ അവൻ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി അവനെ സ്നേഹിക്കുന്ന ഓരോ ദൈവത്തിനു വേണ്ടി, അവനെ വിശ്വസിക്കുന്ന പിതാവിനെ അനുസരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അവൻ അപ്പത്തുണ്ടിനുള്ളില് വീഞ്ഞിന്റെ ആ മറവിലേക്ക് അവൻ മറഞ്ഞില്ലേ? രക്ഷിക്കുവാൻ, കൂടെ വസിക്കുവാൻ അത്രമാത്രം അവൻ ആഗ്രഹിച്ചില്ലേ? മക്കള് പ്രാർത്ഥിച്ചേ. വിശുദ്ധര് കണ്ടെത്തിയത് ഈ ദൈവിക രഹസ്യ. അവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചത് ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവിക രഹസ്യ. അത് സ്വീകരിക്കുന്നവരൊഴികെ മറ്റാരും അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് വെളിപാട് 2:17 നമ്മെ പഠിപ്പിക്കുകയാണ്. മക്കള് പ്രാർത്ഥിച്ചേ. ഈശോയെ, ഈ സ്വർഗീയ രഹസ്യം ഈ പരിശുദ്ധ കുർബാനയിലൂടെ, തിരുശരീരത്തിലൂടെ, തിരുരക്തത്തിലൂടെ പകർന്നു നൽകുന്ന ദിവ്യകാരുണ്യ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിറവനുഭവിക്കുവാൻ, കൂടെ നടക്കുന്ന തമ്പുരാന്റെ ആ സ്നേഹമൊന്ന് നുണഞ്ഞനുഭവിക്കുവാൻ, അലിഞ്ഞു ചേരുന്ന ആ സ്നേഹത്തെ അലിഞ്ഞനുഭവിക്കുവാനുള്ള ആ കൃപ നമുക്ക് ചോദിക്കാം. തമ്പുരാനെ തരണേ, നിന്നിൽ ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നീ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ ഞങ്ങളിൽ അലിഞ്ഞു ചേരുവാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നിൽ അലിഞ്ഞു ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. തമ്പുരാനെ, ആ വലിയ സ്നേഹം ഞങ്ങൾക്കൊന്ന് തരാവോ? പിതാവിനെ അവിടുന്ന് സ്നേഹിച്ചതുപോലെ പുത്രനെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരാവോ എന്ന് പിതാവിനോട് നമുക്ക് ചോദിക്കാം. മക്കൾ പ്രാർത്ഥിച്ചേ. വലിയ അഭിഷേകം ഒഴുകുന്നുണ്ട്, വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ചിലരുടെ ശരീരത്തില് കുളിരനുഭവം കിട്ടുന്നതായി ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. ചിലരുടെ മനസ്സിൽ നിന്ന് എന്തോ ഭാരം ഒഴിഞ്ഞു പോകുന്ന പോലെ വലിയൊരു ഹീലിംഗ് ഈശോ കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചേ. ഈശോയെ, കരുണ കാണിക്കണേ. എന്റെ ജീവിതത്തോട് പുത്രൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ പുത്രനെ സ്നേഹിച്ച് പുത്രനിലൂടെ പിതാവിനെ സ്നേഹിക്കുവാനുള്ള ആ വലിയ കൃപ എനിക്ക് തരാവോ എന്ന് ഞാനും നിങ്ങളും തമ്പുരാന്റെ മുമ്പില് പ്രാർത്ഥിക്കുക. ദൈവമേ, ആ വലിയ കൃപ എനിക്ക് തരാവോ? ചോദിച്ച മക്കളെ, അത് രക്ഷയാ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകിയെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് കൊടുത്തു. കഴിവ് കൊടുക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിലേക്ക് ഒന്ന് കരം തീട്ടി ഒന്ന് വിളിക്കാമോ? അപ്പത്തിലും വീഞ്ഞിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ മക്കള് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം മക്കളെ. ആരാധന 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 ആരാധന. ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ ഇടം നേടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ ഇടം നേടുവാ. ആരാധന 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 ആരാധന. കരങ്ങൾ വീശി പാടാം. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ വിശ്വസിച്ച് പാടാം. ആരാധന 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 ആരാധന. പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ വിശ്വസിച്ച് പാടാം. ആരാധന 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 ആരാധന. സ്വരമുയർത്തി ആരാധന
ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ വസ്ത്രാഞ്ചലത്തിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കും. ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയാം. കർത്താവിന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ആ വസ്ത്രാഞ്ചലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മാലാഖമാരും വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാം ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ സമയ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഒന്ന് രണ്ട് സാക്ഷിയോടെ നമുക്ക് കേൾക്കാം. ഒത്തിരി നാളായി IATS പാസ്സായി, ഒരു ജോലി കിട്ടാതെ വിഷമിച്ചു, വിസയ്ക്കായി കാത്തിരുന്നു. എനിക്ക് ദൈവം തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുകയാണ്. ഓസ്ട്രേലിയയില് പെർമനന്റ് റെസിഡൻസി വിസ ഫാമിലി ലഭിക്കുവാൻ ഇടയായി. ദൈവത്തിന് 1000 നന്ദി. ഇവിടെ അങ്ങനെ ഒരു വിസ കിട്ടുക വലിയ പ്രയാസമാണ്. റീനു, എബൻ, ജോആൻ ഈ 3 വ്യക്തികളെ സാക്ഷ്യപ്പെടുത്തുകയും ആ കുടുംബത്തിലെ 3 പേർക്കും വിസ ഫാമിലി വിസ കിട്ടി. കർത്താവിന്റെ അനന്തമായ കരുണ ആലയത്തിൽ വന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കർത്താവ് ആ കുടുംബത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. റോസ്ലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും കുടമാളൂർ പള്ളി വന്ന് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഏറെ കാലമായി അലട്ടിയിരുന്ന ഇടത് കൈയുടെ മരവിപ്പ് തീർത്തും സൗഖ്യമായി. പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും രോഗശാന്തി, സാമ്പത്തിക മേഖല, ജോലി മേഖലയില, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ എല്ലാം കർത്താവ് അഭിവൃദ്ധി കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇവിടെ നിൽക്കുന്ന ഓരോ മക്കൾക്കും വിശ്വാസം ലഭിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സാക്ഷി എഴുതുവാൻ തരാനുണ്ടെങ്കിൽ ഇനി അങ്ങനെയുള്ളവരെ സാക്ഷ്യപ്പെടുത്തുക, എഴുതി ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നതെല്ലാം ഇവിടെ സാക്ഷ്യപ്പെടുത്തും. ബാക്കിയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. സാക്ഷ്യപ്പെടുത്തുന്നവരെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. കർത്താവിന്റെ സന്നിധിയിൽ കുടമാളൂർ പള്ളിയിൽ വന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹം കിട്ടി. ഒത്തിരി വർഷത്തോളം നിൽക്കുന്നവരുണ്ട്. അവരെ എല്ലാം തമ്പുരാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം, കർത്താവിന്റെ ഈ ആലയത്തിൽ കടന്നു വന്ന് ഇവിടെ നിൽക്കുവാനുള്ള ഉറച്ച വിശ്വാസം ലഭിക്കപ്പെടുവാൻ വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. കടന്നു വന്നിട്ട് ചിലപ്പോൾ 18 വെള്ളിയാഴ്ച ആകുമ്പോഴായിരിക്കും സൗഖ്യം കിട്ടുന്നത്. ഇവിടെ ഒരു ചേച്ചി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മകളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് 13 വെള്ളിയാഴ്ച വന്ന് ആരാധന കൂടാൻ പറഞ്ഞു. 13 വെള്ളിയാഴ്ച ആരാധന കൂടി, ഒരു കല്യാണം വന്നു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല, മാറിപ്പോയി. ആ ചേച്ചി കുറെ കാലോടെ വന്ന് കൂടിയപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും കണ്ട ഈ സഹോദരിക്ക് ആ നിയോഗത്തിന്റെ മേൽ കർത്താവിന്റെ കരുണ വർഷിക്കപ്പെട്ടു. 13 വെള്ളിയാഴ്ച വരും. വിശ്വാസം വർദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാ 13 വെള്ളിയാഴ്ച വരാൻ. 13 എന്ന് പറയുന്നത് യേശുവിൽ നിന്ന് 12 ശിഷ്യന്മാരിലേക്ക് ഒഴുകിയിറങ്ങിയ വിശ്വാസപൂർണതയുടെ അഭിഷേകമാണ്. എന്റെ വിശ്വാസം 13 വെള്ളിയാഴ്ച ഒരു വ്യക്തി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോ അപ്പസ്തോലന്മാർക്ക് കിട്ടിയ നിലനിൽപ്പിന്റെ ആ വലിയ വരം ലഭിക്കുമെന്നുള്ള വിശ്വാസം, ആ വലിയ കൃപ, സകലതിന്റെ മേൽ ആധിപത്യം കൊടുക്കുന്ന കർത്താവിന്റെ അഭിഷേകം, ആ വിശ്വാസത്തോടെയാ നിങ്ങളോട് 13 ആഴ്ച കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരാൻ പറയുന്നേ. യേശുവിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് 12 അപ്പസ്തോലന്മാരിലേക്ക് വ്യാപരിച്ച ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, സകലതിന്റെ മേൽ ആധിപത്യം. അങ്ങനെയുള്ള വ്യക്തികള് കൂട്ടായ്മ വിട്ടുപോകത്തില്ല. അപ്പൊ ആ വിശ്വാസം കിട്ടുന്നവര് ഇവിടെ നിൽക്കും. അത് നിത്യജീവന്റെ അഭിഷേകമാണ്. ഇവിടെ വ്യക്തിയല്ല സ്നേഹിക്കുന്നേ, ബ്രദറിനെ അല്ല, പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ തന്നെ അനുഗ്രഹിച്ച ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞങ്ങള് എടത്തുവായിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ പള്ളി പറഞ്ഞു, ഇവിടെ ഈ ദേശത്തുള്ള ഒരു സഹോദരിക്കാണ് ഈശോ ആദ്യം ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുത്തു. ഒരു വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ കൂടിയ ആ സഹോദരിയെ ആ വെള്ളിയാഴ്ച തന്നെ ഈശോ സുഖപ്പെടുത്തി.
അങ്ങനെ സഹോദരി, ആദ്യം സുഖപ്പെടുത്തിയ സഹോദരി നിങ്ങളുടെ ഈ ഇടവകയിലുള്ള സഹോദരിയാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ധ്യാനം അന്നത്തെ ആദ്യത്തെ ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ അത് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി ധ്യാനത്തിന്റെ അവസാന ദിവസത്തിൽ ഈ കുടമാളൂർ ദേവാലയത്തിൽ വെച്ച് കർത്താവ് ആ സഹോദരിയെ തൊട്ടു സുഖപ്പെടുത്തിയത് ആ ഇടവക ജനത്തിന് മുമ്പിൽ ആ സഹോദരി നേരിട്ട് സാക്ഷ്യപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഇടവകയിലുള്ള പലരും ഇത് അറിഞ്ഞിട്ടില്ല. ഈ ചേച്ചി കയറുന്ന സാക്ഷി, ചേച്ചി നടന്നു വരുന്നത് കണ്ടപ്പോ തന്നെ എല്ലാവരും ഒന്ന് കണ്ണുമിഴിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ആ ജനത്തിന്റെ ഇടവക സമൂഹത്തിന്റെ മുമ്പിൽ ആ സഹോദരി ദൈവത്തിന്റെ കാരുണ്യത്തെ പ്രഘോഷിച്ചു. തമ്പുരാന്റെ അനന്തമായ കാരുണ്യ. ഇവിടെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയെങ്കിലോ അവിടെ 1000 മുകളില് മക്കളുടെ മുമ്പില്, സ്വന്തം ജനത്തിന്റെ മുമ്പില്, സ്വന്തം ഇടവകയിലെ ജനത്തിന്റെ മുമ്പില് സാക്ഷ്യപ്പെടുത്തുവാൻ തമ്പുരാൻ കൃപ കൊടുത്തു. 6-7 വർഷം മുമ്പ് കർത്താവ് സുഖപ്പെടുത്തിയ സഹോദരിക്ക് ഇടവകയിൽ സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് കൃപ കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയില. കരമുയർത്തി ഒരിക്കൽ കൂടി തമ്പുരാന് ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബദ്ധയിത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ ചലന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ബദ്ധയിത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ ചലന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ, ഇപ്പൊ എന്നെ അനുഗ്രഹിക്കണേ. വൈകല്യ തമ്പുരാനെ, ബെത്സയിദയിലേക്ക് ഇറങ്ങിച്ചെന്നതുപോ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ സ്വതന്ത്രമായിട്ട് വിളിക്കാമോ? എല്ലാവരും വിളിക്കാമോ? വീണ്ടും പാടി പ്രാർത്ഥിക്കാം. കരമടിച്ച് എന്നെ ചുറ്റുന്നായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റുന്നായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ദൈവമേ, ബദ്ധയിത ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ, ബദ്ധയിത ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ.
അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീ അണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീ അണച്ചു നിന്നു. ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ മോചക, ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, വൈകല്ലേ. ഓ എന്റെ യേശുവേ, വൈകല്ലേ. ഓ എന്റെ യേശുവേന്ന് വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി നൽകുന്നവനെ വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഒരു സഹോദരന്റെ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ജോസഫ് തോമസ്. എന്റെ പപ്പയ്ക്ക് ഗുരുതരാവസ്ഥയിൽ ഐസിയുവിലായിരുന്നപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഫലമായി പപ്പായ്ക്ക് രോഗസൗഖ്യം ലഭിക്കുകയും ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരികെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച തമ്പുരാന് 1000 നന്ദി പറയുകയും. എനിക്ക് 6 മാസമായിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലഭിക്കുന്ന ജോലികളിലൊക്കെ തടസ്സങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ജോലിയൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ ഞാൻ സാധിക്കുന്ന വെള്ളിയാഴ്ചകളിൽ ആരാധനയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എനിക്ക് ഒരു നല്ല ജോലി തരികയും ചെയ്തു. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എന്റെ ഭാര്യ മഞ്ജു ജോലിയിലുള്ള തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് വേണ്ടി 1000 നന്ദി പറയുന്നു. നിരന്തരമുണ്ടായിരുന്ന തലവേദനയിൽ നിന്ന് സൗഖ്യം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കൈയുടെ മുട്ടുവേദനയ്ക്കും സൗഖ്യം നൽകിയതിന് ദൈവത്തിന് 1000 നന്ദി പറയുകയും. ആ കുടുംബത്തിന്റെ രോഗപീഠകള്, ജോലി തടസ്സങ്ങള് എല്ലാം തമ്പുരാൻ ഏറ്റെടുത്തു. ഈശോ ഏറ്റെടുക്കുകയും സാധിക്കുന്ന വെള്ളിയാഴ്ചയൊക്കെ വന്നോളാം. എത്ര വലിയ കരുണയുള്ള ദൈവമാണെന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പറ്റുമ്പോഴൊക്കെ വരാം എന്ന് പറഞ്ഞാൽ പോലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എത്ര വലിയ കാരുണ്യ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ നിങ്ങളും തിരിച്ചറിഞ്ഞേ. തമ്പുരാനോട് പറയുക, സൃഷ്ടിച്ചവനോട് നമ്മൾ പറയുക, പറ്റുമ്പൊക്കെ വരാം. അങ്ങനെ പറഞ്ഞാൽ പോലും അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന് ഈ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. അതുപോലും തമ്പുരാൻ ആഗ്രഹിക്കുക, പറ്റുമ്പോഴേലും ഒക്കെ എന്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. പ്രിയ ദൈവജനമേ, എപ്പോഴും അവനോടുകൂടി ആയിരുന്നെങ്കിലോ എത്ര വലിയ അനുഗ്രഹം. ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും മനസ്സ് വിചാരിച്ചതും പറഞ്ഞത് തന്നെയാ. ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാ. പ്രിയ ദൈവജനമേ, യേശു രൂപാന്തരപ്പെടുന്ന സ്ഥലത്ത് ആയിരിക്കുന്നത് എത്ര നല്ലതാ. പരിശുദ്ധ കുർബാനയായിട്ട് യേശു രൂപാന്തരപ്പെടുന്ന ഈ ബലിപീഠത്തിന് അരികില് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എത്ര നല്ലതാ. നമുക്ക് 3 കൂടാരം ഉണ്ടാക്കാം. ഒന്ന് ഏലിയായിക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്ക്. നിനക്കൊരു കൂടാരം ഉണ്ടാക്കിയാൽ ആ കൂടാരത്തില് ഞങ്ങളെയും പ്രവേശിപ്പിക്കുന്ന സ്നേഹമുള്ള ഗുരുവാണെന്ന് ശിഷ്യന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞത് 3 കൂടാരോ. സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹം അവനിൽ കണ്ടെത്തിയത് കൊണ്ട് പ്രിയ ദേവജനമേ, 3 ശിഷ്യന്മാര് ഈശോയോട് പറഞ്ഞത് 3 കൂടാരമുണ്ടാക്കാമെന്ന്. സ്വാർത്ഥതയില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. എനിക്ക് പറ്റുമ്പൊക്കെ ഞാൻ വരാന്ന് പറഞ്ഞാൽ പോലും അനുഗ്രഹിക്കുന്ന ദൈവ. ഒന്ന് കരമൊന്ന് നീട്ടി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? മക്കള് പ്രാർത്ഥിച്ചേ, നീ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്കിഷ്ടമുള്ളപ്പൊക്കെ പറ്റുമ്പൊക്കെ വരാന്ന് പറഞ്ഞാല് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുവോ? തമ്പുരാനെ, നീ
പറയുന്ന, നീ അനുവദിക്കുന്ന മണിക്കൂറുകളെല്ലാം നിന്റെ സന്നിധിയിൽ ആയിരുന്നു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിച്ചേ. അവനോട് ചേർന്നിരിക്കുമ്പം ഞാനും നിങ്ങളും അനുഗ്രഹ. അവനോട് കൂടെ ഇരിക്കുമ്പോ ഞാനും നിങ്ങളും ഒക്കെ അനുഗ്രഹമായിട്ട് മാറുക. നമുക്ക് മുട്ടുമേലായിരിക്കാം കർത്താവിന്റെ അനന്തമായ സ്നേഹം, ആ വലിയ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഈ ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഇന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. വിദേശ രാജ്യത്ത് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാ നിയോഗത്തിന്റെ മേലും കർത്താവിന്റെ കരം വെളിപ്പെടാൻ വേണ്ടിയിട്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തെ ഒന്ന് സമർപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? ഡിസംബർ 28 മുതൽ ജനുവരി 1 ഉച്ചവരെയുള്ള ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും, ആ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും, മധ്യസ്ഥ പ്രാർത്ഥനയുള്ള എല്ലാ മക്കളെയും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ആ ധ്യാനത്തിന്റെ വിജയത്തിനായിട്ട് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വലിയ കാരുണ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്വർഗ്ഗത്തിൽ ആഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവന സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ലോകത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. അടുത്ത ആഴ്ചത്തെ ധ്യാനത്തെ സമർപ്പിക്കാം. ഇടവക ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പള്ളിക്കൂട്ടുമ പള്ളിയിൽ നടക്കുന്ന ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവിടെയുള്ള എല്ലാ മക്കളുടെയും എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി
സ്വരമുയർത്തി നമുക്ക് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി 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 സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അനുഗ്രഹിക്കുന്നവനെ വിളിക്കാമോ? അഭിഷേകം ചെയ്യുന്ന ദൈവത്തെ വിളിക്കാമോ? കുടുംബങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? അധ്വാന മേഖലയെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? എല്ലാ മക്കളെയും ഓർത്തൊന്ന് വിളിക്കാമോ? എല്ലാ പാപികളെയും ഓർത്ത് വിളിക്കാമോ? യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന.